പട്ടയൊക്കെ വെട്ടി വെച്ചിട്ട് അതൊന്ന് താങ്ങിക്കാനായിട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ലുട്ടാപ്പിച്ചേട്ടൻ ബാക്കിൽ കോലായിട്ട് വരും. ഞാൻ ഈ നടയുടെ പിന്നീന്ന് അല്ല, നടയുടെ ഫ്രണ്ടിലേക്ക് കയറിയിട്ടില്ല ആനയുടെ അടുത്തേക്ക്. കാരണം കയറാൻ പറ്റില്ല. ആന അങ്ങനെയാണ്, വാശിക്ക് ആന ഒരു രക്ഷയില്ല. തല്ലി നമ്മൾ എന്തെങ്കിലും ചെയ്യിപ്പിക്കാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പം ഞാൻ മനസ്സുകൊണ്ട് തന്നെ വിചാരിച്ചു, ദൈവമേ, ഒരു ആന അഴിച്ചിട്ട് ഇത്രയും കാലമായിട്ട് നടന്നിട്ട് ഞാൻ ഇത്രയും ആനകളെ കഴിച്ചിട്ട് കയറിയതല്ലേ, ഇത്രയൊക്കെ ചെയ്തു വന്നിട്ട് ഈ ഒരു മാങ്ങണ്ടി പോലത്തെ ആനയുടെ മുമ്പിൽ മുട്ടുമടക്കി ഞാൻ ലുട്ടാപ്പിച്ചാനോട് അത് പറയാമല്ലോ, ലുട്ടാപ്പി ചേട്ടാ, ഇത് നമ്മളെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നു തോന്നണില്ല ചേട്ടാ. നമ്മളെ കൊണ്ടെന്ന് പറഞ്ഞാൽ മിസ് എന്നെ കൊണ്ട് ഇത് കൂട്ടിയാൽ കൂടുന്നു തോന്നണില്ല എന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, ബിനു, നാടനാനകൾ ഇങ്ങനെ തന്നെയാണ്, നീ പേടിക്കണ്ട, ഞങ്ങളുണ്ട് നിന്റെ കൂടെ. അപ്പം എസ്സമ്പുരം ഉണ്ട്, ഇതുണ്ട്. അപ്പം എസ്സമ്പുരം അങ്ങനെ തെങ്ങുമ്പോൾ കയറും, പട്ട കൊട്ടും, അതൊക്കെ വെട്ടി അടുക്കി വെക്കി ആനയോട് താങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ആന ജമ്മ ചെയ്താൽ താങ്ങില്ല. താങ്ങാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആന ഇങ്ങനെയാണ് പോയിട്ട് ഇങ്ങനെ പട്ട എടുത്തിട്ട് ഒരു 5-6 കുത്തി ഓടിച്ച് മടച്ച ആനക്ക് ഇഷ്ടമല്ലാണ്ട് ആന കലിപ്പൊക്കെ അതുമ്പോൾ ഇങ്ങനെ കാണിച്ചിട്ട് ആ പട്ട എടുത്തിട്ട് വരും. അപ്പോഴും നമുക്കങ്ങോട്ട് ആവണില്ല ആന. അപ്പം ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് കെട്ടിക്കൊടുക്കേണ്ടി വരും, ഇതുകൊണ്ട് നമുക്ക് നടക്കുമെന്ന് തോന്നല്ല. അപ്പോൾ ചേട്ടായി എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം പറഞ്ഞിട്ടല്ലോ കേട്ടോ. അപ്പം ചേട്ടാ എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം പറഞ്ഞു. പാവം ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയില്ല. ഞാൻ കണ്ടിട്ട് തന്നെ ഒരുപാട് വർഷങ്ങളായി. പഴയന്നൂർ ഭാഗത്താണ് അദ്ദേഹത്തിൻ്റെ വീട്. അത്ര നല്ല നല്ല ആനകളൊക്കെ നടന്നെന്ന് പറയുമ്പോൾ പുള്ളി. അങ്ങനെ ഇഞ്ചക്ഷൻ്റെ ഇത് കഴിഞ്ഞു. പിന്നെ അപ്പോഴത്തേക്കും ഞങ്ങൾക്ക് അവിടെ കിടക്കാനുള്ള സൗകര്യം ഇല്ലായിരുന്നു. അപ്പുറത്തൊരു വീടുണ്ട്, ആ വീട്ടിൽ നിന്ന് ഭക്ഷണം തരും അവർ. കാരണം പുറത്ത് പോയി കഴിക്കേണ്ട, നിങ്ങൾ ഇവിടെ വന്ന് കഴിച്ചാൽ മതി മക്കളെന്ന് പറഞ്ഞു. പിന്നെ ഞങ്ങൾക്ക് ഗ്യാസ് സ്റ്റൗ, പാത്രങ്ങൾ, സാധനങ്ങൾ, പിന്നെ അത്യാവശ്യം വേണ്ട ഭക്ഷണം കഴിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം വണ്ടിയിൽ തന്നെ ഉണ്ട്. ആ ആനയ്ക്ക് നിൽക്കുമ്പോൾ ഞങ്ങൾ അങ്ങനെ ഇറങ്ങും. കാരണം നമുക്ക് ഈ ആന സീറ്റിംഗ് ആയിട്ടില്ല. പിന്നെ ഭക്ഷണം പുറത്ത് പോയി കഴിക്കുന്ന കാര്യങ്ങളൊക്കെ ഭയങ്കര ടാസ്ക്കായിരുന്നു. അപ്പോൾ അത് കാരണം കൊണ്ട് വണ്ടി തന്നെ വെച്ചുണ്ടാക്കും. ലുട്ടാപ്പിച്ചാണ്ടാണ് ഭക്ഷണമൊക്കെ വെച്ചുണ്ടാക്കുക. പുള്ളി ഭയങ്കര ചൂണ്ടപ്രിയനാണ്. വിട്ട മീൻ വെറുതെ ഇങ്ങനെ കാണിച്ചാൽ മീൻ കിട്ടും. വെള്ളത്തിൻ്റെ അടിയിലേക്ക് ഒരു മുങ്ങിയിട്ട് പോയിട്ട് തപ്പി പിടിച്ചിട്ട് മീൻ പിടിച്ചിട്ട് വരും. എന്നിട്ട് അതൊക്കെ വറുത്തും വെച്ചൊക്കെ ആയിട്ട് ഞങ്ങൾക്ക് തരും. ഭക്ഷണം കഴിക്കാൻ പറ്റണ്ടേ, ഇതായിട്ട് വേണ്ടേ. ആന അപ്പോഴത്തേക്കും മഴയാണ് തുടങ്ങി, മഴക്കാലം, നല്ല മഴ സമയമായി അപ്പോഴത്തേക്കും. അത് കഴിഞ്ഞ് അവിടെയൊക്കെ വെള്ളം കയറി. പിന്നെ ആനയെ കെട്ടാൻ അവിടെ സൗകര്യമില്ല, കെട്ടാൻ പറ്റില്ല. ആന നിൽക്കണ സ്ഥലം വരെയും വെള്ളം കയറി. അപ്പോൾ ഞാൻ സാറിനോട് പറഞ്ഞു, സാറേ ഇതിപ്പോൾ 6 ഇഞ്ചക്ഷൻ ആയില്ലേ, ഇപ്പോൾ ആനയ്ക്ക് വലിയ കുഴപ്പമില്ല, വെള്ളം വരവ് കാര്യങ്ങളൊക്കെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം ഇനി അങ്ങോട്ട് നേരെ തറയിലേക്ക് കൊണ്ടുപോകലെന്ന് പറഞ്ഞു. എന്നാൽ ശരി, എന്നാൽ കൊണ്ടുപോയിക്കോളൂ, പിന്നെ തറയിലേക്ക് കൊണ്ടുപോകുള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ആനയെ വീണ്ടും അവിടെ നിന്ന് ലോറി കയറ്റി നേരെ കുന്നംകുളത്ത് കടവല്ലൊരു തറയിൽ കൊണ്ടുവന്നു. തറയിൽ കൊണ്ടുവന്നിട്ട് ആന നമുക്ക് ആവണില്ല. അങ്ങനെ ഞങ്ങൾ പിന്നെയും പരിപാടിക്ക് തന്നെ പോവുകയാണ്. പരിപാടിക്ക് പോയാലും ആ പരിപാടി കഴിഞ്ഞിട്ട് പിന്നെ ചെങ്ങമനാട് അമ്പലത്തിലേക്ക് പരിപാടിക്ക് പോയി. ചെങ്ങമനാടൊക്കെ ഞാൻ ചെന്നു, ആനേനെ കൊണ്ട് അവിടെ കൊണ്ട് ഇറക്കി. അപ്പോഴും കഴുകി വൃത്തിയാക്കിയിട്ടൊന്നും ചേട്ടാ, ഒരു മണ്ണുണ്ട പോലെ ഒരു സാധനത്തിനെ കൊണ്ട് ചെല്ലണേ. അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അന്ന് മറ്റേ ചെങ്ങമനാട് അമ്പലത്തിൽ നമ്മുടെ ലക്കിടി മണി അന്ന് ജഗന്നാഥനാനയ്ക്ക് അഴിച്ച കൊല്ലം. ലക്കിടി മണി ഒറ്റയ്ക്ക് അഴിച്ച കൊല്ലം ജഗന്നാഥനാനയും കൊണ്ട് അവൻ, പിന്നെ നമ്മുടെ ഉഷശ്രീ ശങ്കരൻകുട്ടി ആനയും കൊണ്ട് നമ്മുടെ അയ്യപ്പൻ, രാജീവിൻ്റെ അനിയൻ അയ്യപ്പൻ, പിന്നെ വേറെ ഏതാനെന്ന് എനിക്ക് ഓർമ്മയില്ല. 3-5 ആന ഉണ്ടായിരുന്നു, അതൊന്നും ഓർമ്മയില്ല. അപ്പോൾ രാവിലെ ഞങ്ങൾ കൊണ്ടുവന്ന് ഇറക്കി വെള്ളം കൊടുക്കാൻ. രാവിലെ ചീവേലിയുണ്ട്, വെള്ളം കൊടുക്കാനായിട്ട് കൊണ്ടുവന്ന് ഇറക്കാനായിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇതിനോട് കൊളത്തിയിട്ട് കഴുകാനാണെങ്കിൽ ഇരിക്കാൻ പറഞ്ഞത് അപ്പോൾ ഓടിക്കും. കൊളത്താണ്ട് ഇതിന് ഇരുത്താനും പറ്റില്ല. അപ്പം ഞങ്ങൾ എന്ത് ചെയ്തു, ഇങ്ങനെ മോട്ടർ മറ്റേ ടാങ്കിൻ്റെ അവിടെ കൊണ്ട് നിർത്തി. അപ്പോൾ ലക്കിടി അവിടെ നിർത്തി ആനയെ കഴുകിക്കൊണ്ടിരിക്കണം. ഞാൻ ഈ സൈഡിൽ നിർത്തിയിട്ട് അടത്തി വെള്ളം ഒഴിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം വേഗം ഓസ് വന്നു. എന്നോട് ചോദിച്ചു, എന്തുട്ടളിയാ ഈ ആന, ഇതിനെ കഴുകാറൊന്നുമില്ല എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എൻ്റെ പൊന്നളി ഇത് ഇരുന്നിട്ട് വേണ്ട ഇതിനെ കഴുകാനെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഇങ്ങനെ നോക്കിയാൽ മതി. അത് കഴിഞ്ഞ് അവിടെ അമ്പലത്തിൽ രാവിലത്തെ ശീവേലി എടുത്തു, ഉച്ചയ്ക്കത്തെ പൂരം എടുത്തു. അപ്പം ഞാൻ ഇങ്ങനെ ഒഴിഞ്ഞ് നിന്നിട്ട് ആനേനെ ഇങ്ങനെ ഒരു ഡ്രം ഇങ്ങനെ നിർത്തിയേക്കണു, ആനേനെ അപ്പുറത്ത് നിർത്തിയേക്കണു. ഞാൻ ഡ്രമ്മിൻ്റെ ഇപ്പുറത്ത് നിന്നിട്ട് ആനേനെ കഴുകുക. കാരണം അടിച്ചാൽ തന്നെ ഡ്രമ്മുമേ അടിയിട്ടുള്ളൂ, എൻ്റെ മേത്ത് കിട്ടാണ്ടിരിക്കുക. ഞാൻ അത്ര പോലും അതുമാതിരി തന്നെ ഒരു സ്ഥലത്ത് കഴുകാൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആനേനെ മുഖം കഴുകണ സമയത്ത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു തെങ്ങിൻ്റെ പറ്റ ഗുണം നിർത്തും. ഇപ്പോൾ ഒരു തെങ്ങാണെങ്കിൽ ആ തെങ്ങിൻ്റെ ഇപ്പുറത്ത് ആനേനെ നിർത്തും. എന്നിട്ട് ഈ തെങ്ങിൻ്റെ ഈ സൈഡിൽ നിന്നിട്ട് ആനയെ കഴുകുക. അപ്പോൾ ഈ ആന സ്വാഭാവികമായിട്ട് അടിച്ചാൽ തന്നെ നമുക്ക് എൻ്റെ മേത്ത് കിട്ടില്ല. അപ്പോൾ ആനയ്ക്ക് അടിക്കാൻ പറ്റില്ല. മുഖം കഴുകാനുള്ള പാടായി പറയണേ. തെങ്ങിൻ്റെ അപ്പുറത്ത് നിന്നിട്ട് മടക്കിച്ചിട്ടാണ് ആനേനെ കഴുകണേ. അങ്ങനെയൊക്കെ അത് കഴിഞ്ഞിട്ട് രാത്രി പൂരം പരിപാടിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് ഇറക്കി ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഒരു ചെറിയ ഗ്രൗണ്ട് പോലത്തെ സ്ഥലത്ത് ആനകളെ ഞാൻ നിർത്തിയേക്കാം. അപ്പം നമ്മുടെ ഇപ്പം ഞാൻ ഇപ്പം കൊണ്ട് നടന്ന ഈ ദേവികൃഷ്ണൻ ആനയും കൊണ്ട് അന്ന് നമ്മുടെ പ്രേമചേട്ടൻ, പൂച്ചകണ്ണം പ്രേമചേട്ടൻ, ഇപ്പം മറ്റേ ചെമ്പുകാവ് ആനയാണ് പ്രേമചേട്ടൻ, അറ്റത്ത് എഴുന്നള്ളിച്ചിരിക്കുന്നു, ഞാൻ ഈ തലയ്ക്ക് എഴുന്നള്ളിച്ചിരിക്കുന്നു. അവിടേക്ക് ഞങ്ങൾ ചെന്ന് നിന്നോട് കൂടിയിട്ട് ആന ഇട കൂട്ടാൻ ഞാൻ അങ്ങനെ ചെന്ന വഴി എന്നെ അങ്ങനെ വാരിയാന. അപ്പം ഞാൻ ബാക്കിലേക്ക് ചാടി മാറിയിട്ട് ഇപ്പുറത്തേക്കടെ വന്നിട്ട് ഇപ്പുറത്ത് നിന്നു. പിന്നെ ആന ഇങ്ങനെ നിൽക്കുക, ഇട കൂട്ടാനും സമ്മതിച്ചിട്ടില്ല. മേളങ്ങനെ തകൃതിയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ആന നിന്നിട്ട് ഈ ആട്ടം തുടങ്ങി.
എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാൻ വടി പൊക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പം ആന എന്നെ കൈ കൊണ്ട് വരും വരാനായിട്ട്. ഞാൻ ഇങ്ങനെ ഇരുന്നു. അപ്പം എന്നോട് പ്രേമചേട്ടൻ എന്നോട് ഇങ്ങനെ നോക്കിയിട്ട് കണ്ടിട്ട് ഇങ്ങനെ നോക്കി. എന്തെന്ന് വെച്ചു. ഞാൻ പറഞ്ഞു പോയി കഥം കൊകയാ, ഇത് കഴിഞ്ഞു, ഈ കാപ്പിക്കാശ് മേടിക്കാൻ സമ്മതിക്കില്ലേ, പൂരം കഴിഞ്ഞു. അങ്ങനെ പുള്ളി വെച്ച് എന്താ ചെയ്യാന്ന് ചോദിച്ചു. അപ്പൊ ഒക്കെ ആക്ഷനാണ്. ഞങ്ങൾ അങ്ങനെയാണ്. ആനകൾ തെറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ അവിടെ ഇരുന്ന് കണ്ണും കൊണ്ടും ഞങ്ങളുടെ കഥകളി മറ്റേ കലാമണ്ഡല ആശാനേക്കാളും വലിയ എക്സ്പ്രഷനൊക്കെ ഞങ്ങളുടെ മുഖത്ത് വരും. അപ്പൊ എന്നോട് ഇങ്ങനെ ചോദിച്ചു എന്ത് ചെയ്യും ചോദിച്ചു. ഒന്നും ചെയ്യാല്ലേ, പോയി, യാതൊരു വക ഇത് പറഞ്ഞില്ല, പെട്ടു. ആന അങ്ങനെ നിന്ന് അടികൊണ്ടിരിക്കും. ഇത്ര ജനങ്ങളുടെ ഇടയിൽ നിൽക്കുക, 4 ആന വേറെ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ അങ്ങനെ കൈ കൊണ്ട് കാണിച്ചു, ചേട്ടാ 4 ആന പോട്ടെ, 3 ആന അകത്തേക്ക് പോട്ടെ, ചേട്ടാ അവിടെ നിർത്തിക്കോ. കൈ കൊണ്ട് കാണിക്കുകയാണ്. 5 ആനയാണോ ഉള്ളത്, 3 ആന അകത്തേക്ക് പോകട്ടെ, നമുക്ക് ഇവിടെ നിൽക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടാ ഓക്കെ എന്ന് പറഞ്ഞു. ശരി എന്ന് പറഞ്ഞു. പുള്ളി അവിടെ തന്നെ നിർത്തിയിട്ട് അത് കഴിഞ്ഞ് മേളം തുടങ്ങി. ആനകൾ അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ മെല്ലെ ആനേനെ ഇങ്ങോട്ട് കയറ്റി. അപ്പം എൻ്റെ ലോറി അവിടെ കറക്റ്റായിട്ട് അവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഡാഡു ഇല്ല, ഡാഡു ഭക്ഷണം കഴിക്കാൻ പോയിക്കുക. ഡാഡുവിനെ ഫോൺ വിളിക്കാനൊന്നും ഇല്ല, വേഗം സ്റ്റെപ്പ് വലിച്ചിട്ടാന്ന് പറഞ്ഞു. സ്റ്റെപ്പ് വലിച്ചിട്ടു. അപ്പോൾ ഇത് ലോറി കയറുന്നത് എനിക്കറിയാം. സ്റ്റെപ്പ് വലിച്ചിട്ടു. അത് കഴിഞ്ഞിട്ട് മെല്ലെ ഇതാക്കി ഞാൻ ആനോട് ഇങ്ങോട്ട് കയറിക്കാനെന്ന് പറഞ്ഞു. ആ ഭാഗ്യത്തിന് അവിടെ ആനപ്പുറം കറങ്ങാൻ ചെക്കൻ്റെ, അവൻ അത്യാവശ്യം ആനയുടെ കൂടെ പണിക്കും കാര്യങ്ങളൊക്കെ പോയിട്ടുള്ളതാണ്. വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മോനേട്ടാ, നീ കാണുന്നുണ്ടെങ്കിൽ നീ കമൻറ്റ് രേഖപ്പെടുത്തിക്കോളൂ. ഈ പയ്യന് കാലനൊക്കെ അറിയാമായിരുന്നു. അവൻ ഈ ആനയുടെ കൂടെയൊക്കെ അത്യാവശ്യം പോയിട്ട് അവന് അത്യാവശ്യം കാലനൊക്കെ അറിയാമായിരുന്നു. ഈ ആന കാലുമ്പോൾ നല്ല പാസ്സാണ്. അപ്പം ഞാൻ ചോദിച്ചോടാ നിനക്ക് കാലനൊക്കെ അറിയുമെന്ന് ചോദിച്ചു. അറിയാൻ കേട്ടാന്ന് പറഞ്ഞു. കാലാനക്കടാന്ന് പറഞ്ഞു. അപ്പോൾ അവൾ കാലാനിക്ക് കഴിഞ്ഞപ്പോൾ ആന ആദ്യമൊക്കെ വല്ല വെച്ചു. അപ്പോൾ ഞാൻ വടി കൊണ്ട് എന്താണെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കാണിച്ചു വഴി ആന എന്നെ ചടിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങോട്ട് കയറി കഴിയുമ്പോൾ ലോറി കിടക്കുക. അങ്ങനെ തിരിഞ്ഞോട് കൂടിയിട്ട് അവിടെ ലോറി ഇങ്ങനെ ഇട്ടേക്കുക ബാക്ക് സൈഡ്. അതായത് ഈ ആന എഴുന്നള്ളിച്ച് നിൽക്കുന്നത് ഇവിടെ അതിൻ്റെ തൊട്ടുപുറത്തായിട്ട് 3 ലോറികൾ ഇങ്ങനെ കിടക്കുന്നുണ്ട്. അതിനകത്ത് എൻ്റെ ലോറി ഫസ്റ്റ് കിടക്കണേ. അങ്ങോട്ട് കയറണ ലോറിയിലേക്ക് എന്ന് പറഞ്ഞു. ലോറിയിലേക്ക് ചടി കയറി. അങ്ങനെ തന്നെ ലോറി കയറ്റി കഴയും കാര്യങ്ങളൊക്കെ ഇട്ട് പൂട്ടി സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ ആനപ്പുറങ്ങാരെയൊക്കെ അതിൻ്റെ മുകളിൽ നിന്ന് തന്നെ ഇറക്കി ലോറിയിൽ നിർത്തി തന്നെ തലയെക്കട്ട അഴിച്ചു, കാര്യങ്ങളൊക്കെ അഴിച്ചു, കൊണ്ടുപോയി കൊടുത്തു. പരിപാടി എടുത്തില്ല, പോയി പെട്ടു. രണ്ടാമത്തെ പരിപാടിയും ചീറ്റി. അങ്ങനെ അവിടെ നിന്ന് ആനേനെ ലോറിയിൽ കയറ്റിയിട്ട് ഞാൻ പറഞ്ഞു മുതലാളിയോട് പറഞ്ഞു, ചേട്ടാ ആന ഇവിടെ കിളി പോയി. അപ്പോൾ പറഞ്ഞു അതൊന്നും കുഴപ്പമില്ല ബിനു, നമ്മളിത് പൈസയ്ക്ക് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളതല്ല ബിനു, അതിനെക്കുറിച്ച് ഓർമ്മ ടെൻഷൻ അടിക്കുക, നിങ്ങൾക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് പറഞ്ഞു. ചേട്ടാ കുഴപ്പങ്ങളൊന്നുമില്ല, പക്ഷെ പരിപാടി എടുക്കാൻ പറ്റില്ല ചേട്ടാന്ന് പറഞ്ഞു. അതൊന്നും വിഷയമില്ല ബിനു, ഞാനല്ലേ പറയണേ, നമ്മുടെ ആനയല്ലേ ഇത്, വേറെ ആരെയൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ, പിന്നെ എന്തിനാ അതിന് ടെൻഷൻ അടിക്കുന്നത്, ധൈര്യമായിട്ട് പോകുന്നോളാം പറഞ്ഞു. അപ്പം എനിക്ക് ആത്മവിശ്വാസമായി, കുഴപ്പമില്ല ചേട്ടാ ഒരു കൂടെ ഉണ്ടല്ലോ നമ്മുടെ, ആന സീറ്റിംഗ് ആയി കിട്ടണ്ടേ. അതും പെട്ടു. അവിടെ നിന്ന് കയറ്റി കൊണ്ടുവന്നു, തറി കൊണ്ടുവന്ന് ഇറക്കി, ചുട്ടാപ്പിച്ചാട്ടം പോയി. അത് കഴിഞ്ഞ് വേറൊരു പയ്യനെ വിളിച്ച് നിർത്തി. അവനും ഞാനും കൂടിയിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3, 4, 5, 6 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്ക് ആന എനിക്ക് നല്ല സീറ്റിംഗ് ആയ പോലെയൊക്കെ ആയി. ആന ഒരു സൈഡ് കിടക്കാൻ പറഞ്ഞു, കിടന്നപ്പോൾ ആന ഇരുത്തി കഴുകി. മറ്റേ സൈഡ് ആന കിടന്നില്ല, ആന ഒരു സൈഡ് തന്നെ ഇരുത്തി കഴുകി. മറ്റേ ആന അത്യാവശ്യം വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ വൃത്തിയും കാര്യങ്ങളൊക്കെ വന്നു, കൊണ്ടുപോയി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഈ കടവല്ലൂരിൽ നിന്ന് തന്നെ നേരെ അങ്ങോട്ട് കയറി പോയിട്ട് ആ പഴഞ്ഞി പോണൊക്കെ മുന്നായിട്ട് ഒരു അമ്പലമുണ്ട്. അമ്പലത്തിൻ്റെ പേര് ഞാൻ മറന്നുപോയി. ആ അമ്പലത്തിലെ പരിപാടി ഉണ്ട്. അപ്പോൾ ആ പഴഞ്ഞി സ്കൂൾ ഇങ്ങോട്ട് കഴിഞ്ഞിട്ട് വരുന്ന ഒരു സെൻറ്റർ ഉണ്ട്. ആ സെൻറ്ററിൽ നിന്നാണ് എഴുന്നള്ളിപ്പ്. അവിടെ എഴുന്നള്ളിക്കാൻ കൊണ്ട് നിർത്തി, ഒരു കുഴപ്പമില്ല. ഞാനും വിചാരിച്ചു അത്ര പെട്ടെന്ന് സീറ്റിക്കായോ, ആന ശരിയായില്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ. ആന ഭയങ്കര പേടി, എന്നെ കാണുമ്പോൾ കണ ഇറക്കണു, മൂത്രം ഒഴിക്കണു, കാര്യങ്ങളൊക്കെ ചെയ്യണു. എന്നെ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ. അപ്പം ഞാനിങ്ങനെ ആലോചിച്ചു. അപ്പം ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇങ്ങനെ ഒരു ആൾ പറഞ്ഞാൽ കേട്ടിട്ടുണ്ട്, ഒരു ആശാനാണ്, അദ്ദേഹം പറഞ്ഞു കേട്ടിട്ടുണ്ട്, നാടൻ ആനകൾ നമ്മളോട് ഓവറായിട്ട് സ്നേഹം കാണിക്കും, നമ്മളോട് ഓവറായിട്ട് വിശ്വാസം കാണിക്കുന്നത് നമ്മളെ പറ്റിക്കാൻ വേണ്ടിയിട്ടാണോ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്. അപ്പം എൻ്റെ മനസ്സിൽ അന്ന് പറഞ്ഞ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ കിടക്കുന്നുണ്ട്. പതിവില്ലാണ്ട് ഇന്ന് ആന എന്നോട് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ കാണിക്കണു. അപ്പം എന്നെ ആണെങ്കിൽ താപ്പിന് കിട്ടിക്കഴിഞ്ഞാൽ ആന പറ്റിക്കാനുള്ള പരിപാടിയാണെന്നുള്ളത് എനിക്ക് ഏകദേശം അന്ന് അദ്ദേഹം പറഞ്ഞത് എൻ്റെ മനസ്സിൽ കിടക്കണ കാരണം കൊണ്ടാണ് എനിക്കത് ഇങ്ങനെ ഒരു കാര്യം ഉണ്ടല്ലേ. അപ്പം ഞാൻ സൂക്ഷിച്ചു. അത് കഴിഞ്ഞ് പരിപാടി എഴുന്നള്ളിക്കുന്നു, ഒരു പ്രശ്നമില്ല. ഞാൻ ഇങ്ങനെ കയറി പോകാൻ പറഞ്ഞ് കയറി പോകണു, ഇതെല്ലാം ചെയ്ത കറക്റ്റ് അമ്പലത്തിൻ്റെ ഫ്രണ്ടിലേക്കാണ് എത്തി. അന്ന് എനിക്ക് തോന്നുന്നു മകേഷ് മറ്റേ ഈ രാജശേഖരനാനിക്കാന്ന് എനിക്ക് തോന്നുന്നു, നമ്മുടെ പൂച്ചക്കുന്ന് മകേഷ്, അതെ രാജശേഖരനാനിക്ക്. അന്ന് കുറേ ആനകളുണ്ട് അവിടെ, വലിയ ആനകളൊക്കെ അവിടെ ഉണ്ട്. അവിടെ കറക്റ്റ് ആ അമ്പലത്തിൻ്റെ ഫ്രണ്ടിൽ ഇങ്ങനെ നിന്നു. എൻ്റെ ഒരു കൂട്ടുകാരൻ എന്നോട് ഹായ് വിളിച്ചേട്ടാ എന്തൊക്കെയുണ്ട് വിശേഷം എന്ന് പറഞ്ഞിട്ട്, ഞാൻ പറഞ്ഞേട്ടാ അവിടെ നിൽക്കും, ഇങ്ങോട്ട് വരല്ലേ എന്ന് പറഞ്ഞു. അപ്പം ചില കൂട്ടുകാരന്മാരുണ്ട്, അവർ വേറെ ഒന്നും ഓർത്തിട്ടല്ല, സ്നേഹം കൊണ്ട് വന്നിട്ട് നമ്മൾ ഈ ആനയുടെ അടുത്ത് നിൽക്കുമ്പോൾ ഈ ആന നമ്മുടെ കയ്യിലില്ല എന്നുള്ളത് നമുക്ക് മാത്രമേ അറിയുള്ളൂ. അപ്പോൾ ഞാൻ ഈ അവനോട് പറഞ്ഞാൽ അടുത്തേക്ക് വരല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ അവനത് മനസ്സിലായില്ല. അവൻ ഓടി ഇങ്ങോട്ട് വന്ന് എൻ്റെ അടുത്ത് വന്നു വിശേഷമൊക്കെ പറഞ്ഞ് കെട്ടി പിടിക്കുന്നു, എന്നെ പിടിച്ച് 2 കുലുക്കൊക്കെ കുലുക്കി, അതൊക്കെ ഇതാക്കി അവൻ ഇതൊക്കെ പറഞ്ഞിട്ട് അവനാണ്. അപ്പം ആനയുടെ മൂഡ് മാറി.
നീ വീണ്ടും അതോ എന്നുള്ള സാധനം. അത് കഴിഞ്ഞപ്പോൾ അവർ മേളക്കാരാണ് നടന്നു പോയപ്പോൾ ഞാൻ ആ ഏലസയെ പിടിച്ചിട്ട് ഇങ്ങോട്ട് കയറിക്കാനെ നിങ്ങോട്ട് പറഞ്ഞു കൂടുതൽ ഒറ്റ അടിയാൻ തന്നെ അടിച്ചോട് കൂടിയിട്ട് തന്നെ ഞാൻ ഇപ്പുറത്തേക്ക് ഇങ്ങോട്ട് തെറിച്ച് ഇങ്ങോട്ട് മാറി. അടി കിട്ടിയില്ല, പക്ഷെ എന്നാലും തള്ളിയാനാ മാറിയിട്ട് ആനങ്ങനെ നിൽക്കുക. അപ്പം തന്നെ ഞാൻ ഇപ്പുറത്താടെ കയറി വന്നിട്ട് എന്നെ ആന കാണിക്കാന്ന് വെച്ചാൽ ഒറ്റ അടിയാൻ വെച്ച് കൊടുത്ത് ആനക്കിട്ട്. അപ്പോഴത്തെ ആ ഒരു ഇതിൽ ചെയ്തതാ. അടി കിട്ടിയ വഴി തന്നെ ആന ടൈ എന്ന് പറഞ്ഞിട്ട് ഒരു പ്രാവശ്യം ആന നരം കൈ അടിച്ചു. അപ്പോഴും ആന എന്താണ് കാണിക്കണമെന്ന് വെച്ചിട്ട് ഞാൻ അങ്ങോട്ട് കയറിക്കാനെന്ന് പറഞ്ഞിട്ട് ഞാൻ തോട്ടി കൊണ്ട് ഇങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ ആന വീണ്ടും വന്നിട്ട് ഇങ്ങനെ ഒരു വരണ്ട. അപ്പം ഞാൻ പിന്നെ ഒന്നും മിണ്ടിയില്ല. ഞാൻ തോട്ടി ഇങ്ങനെ അവൻ്റെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. എൻ്റെ വട്ടിക്കമ്പ് കഷത്ത് വെച്ചു വന്നിട്ട് ഞാൻ ബാഗിൽ ഒരു 2 മിനിറ്റ് നിന്ന്. അപ്പോൾ മേളക്കാരൊക്കെ ഇങ്ങനെ തിരിഞ്ഞ് നിന്ന് നോക്കി എന്താ സംഭവം ഓടാനാണെന്ന്. ഞാൻ പറഞ്ഞു ഒന്നുമില്ല നടന്നോ കുഴപ്പമില്ല, നിങ്ങൾ പോയിട്ട് ഞാൻ അങ്ങോട്ട് കിടക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ അവരങ്ങോട്ട് നടന്നു, മെല്ലെ നടന്നു. മുമ്പ് ഞാൻ പിള്ളക്കയിൽ ഇങ്ങനെ തട്ടി കയറി പോട്ടെ എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും എസംപുരം കുറച്ച് കരിമ്പിൻ്റെ തണ്ട് സാധനങ്ങളൊക്കെ അവിടെ കിടക്കുന്നുണ്ടായിരുന്നു. അതെല്ലാം കൊണ്ടൊന്ന് കെട്ടി കൊണ്ടുവന്നിട്ട് ആനയുടെ കയ്യിലേക്ക് ഇട്ട് കൊടുത്തു. കയ്യിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ആന അതിങ്ങനെ കൂട്ടിയിട്ട് എടുത്ത് കൊമ്പത്ത് വെച്ചു. കരിമ്പിൻ്റെ തണ്ടല്ല നല്ല ഇഷ്ടപ്പെട്ടു. അപ്പോൾ ആനയുടെ മൈൻഡ് മാറി. ആ കരിമ്പിൻ്റെ തണ്ടെല്ലാം കൂടെ കിട്ടി കഴിയുമ്പോൾ അത് കൊമ്പത്ത് വെച്ചിട്ട് ആള് തിന്ന് അങ്ങനെ ഞാൻ ഇങ്ങനെ ബാക്കിൽ നിന്ന് തട്ടി അതിങ്ങനെ അമ്പലം ഇങ്ങനെ പ്രദക്ഷിണം വയ്ക്കണം. ഇങ്ങനെ പ്രദക്ഷിണം വെച്ച് ഇങ്ങനെ വന്നതിന് ശേഷം വേണം കൂട്ടത്തിൽ കയറ്റി നിർത്താൻ. പ്രദക്ഷിണം വെച്ചു. അങ്ങനെ വന്നു മെല്ലെ ആന കുറച്ച് നേരം നടക്കും. അത് കഴിഞ്ഞ് നിൽക്കും. ആന മസിൽ പിടിച്ച് ഇങ്ങനെ നിൽക്കും, ഇങ്ങനെയൊക്കെ കാണിക്കും. അത് കഴിയുമ്പോൾ ഞാൻ വീണ്ടും തട്ടി പ്രകാരത്തിൽ ഞാൻ ആ കൂട്ടത്തിൽ കയറ്റി നിർത്തി. കൂട്ടത്തിലേക്ക് കയറ്റി നിർത്തിയിട്ട് ഞാൻ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നിട്ട് തോട്ടിമടി അവിടെ വെച്ചപ്പോൾ കുറച്ച് വെള്ളം കൊണ്ട് തളാന്ന് പറഞ്ഞു. വെള്ളം കൊണ്ട് തന്നു. ഞാൻ ഇങ്ങനെ നിൽക്കുക. ആന അങ്ങനെ എന്നെ നോക്കിയിട്ട് ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ കൈമുന്നുണ്ട് നിന്നിട്ട് ഞാൻ സത്യം പറഞ്ഞാൽ മാനസികമായിട്ട് ശരിക്ക് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായി. കാരണം ഒരു രീതിക്ക് നമുക്ക് ഇതിനെ ഒന്ന് ഇതാക്കാൻ പറ്റണില്ല. നമുക്ക് അത് ഈ പുറത്തുള്ള ആൾക്കാർക്ക് കാണുമ്പോൾ ഒന്നും മനസ്സിലാവില്ല. പല ആനകളും ഇതേപോലെ ക്ലച്ചും ബ്രേക്കും പോയിട്ടൊക്കെയാണ് പൂരപ്പറമ്പിലേക്ക് വരുന്നത്. അപ്പോൾ അത് ആനക്കാരന് മാത്രമേ, അല്ലെങ്കിൽ വേറൊരു ആനക്കാരന് അത് മനസ്സിലാവും. പക്ഷെ വഴിയെ പോണ ഒരാൾക്ക് ഒരിക്കലും ഒരു ആനയുടെ ഒരു കാര്യങ്ങളും മനസ്സിലാവില്ല. അവിടെ നിന്ന് കൂട്ടത്തിൽ കയറ്റി നിർത്തി. അവിടെ ഒറ്റ നേരം പരിപാടിയുള്ളൂ. അത് കഴിഞ്ഞ് ഞാൻ എനിക്ക് സർവ്വമാനം എൻ്റെ കിളിയും പോയി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ കുറേ ആയി പല സ്ഥലത്തും ആന നമ്മളെ ഭയങ്കരമായിട്ട് ഇതാക്കി. അത് കഴിഞ്ഞ് പരിപാടിയൊക്കെ കഴിഞ്ഞ് കയറി പോട്ടാന്ന് പറഞ്ഞ് കയറി പോയി. ആനയുടെ അടുത്ത് കയറി പോയി ഞാൻ പറഞ്ഞു മറ്റേ എസംപുരത്തിൻ്റെ അടുത്ത് പറഞ്ഞു അങ്ങോട്ട് ബാക്കിലേക്ക് ഇറങ്ങി നടന്നോളാൻ പറഞ്ഞു എല്ലാവരോടും. എന്നിട്ട് മുകളിലിരിക്കുന്ന പിള്ളേരെ 3 ആളെ ഇങ്ങോട്ട് ഇറക്കി. എന്നിട്ട് ആ കോലം പിടിച്ചിരിക്കുന്ന ചെക്കൻ്റെ അടുത്ത് പറഞ്ഞു അവിടെ ചെരിച്ച് പിടിച്ചിരുന്നോളാൻ പറഞ്ഞു. നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല എന്ന് പറഞ്ഞു. ഈ ആന ഇവിടെ കിടന്നൊന്ന് വട്ടം തിരിഞ്ഞാൽ നിനക്ക് പേടിയുണ്ടോയെന്ന് ചോദിച്ചു. ഇല്ല ചേട്ടാന്ന് പറഞ്ഞു. ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞു. സെറ്റ ചേട്ടാന്ന് പറഞ്ഞു. ഇഷ്ടപ്പെട്ടവനെ അന്ന് ഇങ്ങോട്ട് ഞാൻ ആനയുടെ പിന്നാലെ ആ വട്ടിക്കമ്പ് ഞാനിങ്ങനെ വട്ടം ഇങ്ങനെ നീളത്തിൽ നടന്നതിന് മുക്കാക്കമ്പാക്കി ഇങ്ങോട്ട് ഒട്ടിച്ച് ഇങ്ങനെ എടുത്ത് ഇങ്ങോട്ട് മാറ്റിയിട്ട് പൊട്ടിച്ചിട്ട് ഒരു 4 എണ്ണ ആനയ്ക്ക് മാന്യം വരികയാണ് കൊടുത്തു. കാരണം സഹി കെട്ടിട്ട് ഒന്നോലെ ആന അവിടെ തീർക്കണം. അല്ലെങ്കിൽ നമ്മളെ ആന ആസ്പത്രി കയറ്റണം. അല്ലെങ്കിൽ നമ്മളെ ആസ്പത്രി കയറ്റി വേറെ ആൾക്കാർ വന്ന് ആന കഴിക്കണം. അല്ലെങ്കിൽ പിന്നെ നമുക്ക് അവിടെ ആ ഒരു വിലയിലുണ്ടായി. ആനയ്ക്ക് മനസ്സിലായി ഞാൻ രണ്ടും കൽപ്പിച്ചിട്ടാണ് ആനയ്ക്ക് മനസ്സിലായി. എൻ്റെ റോൾ അത്ര നേരം ഞാൻ ആനയെ ഭയന്ന് ആനയെന്ന് പറഞ്ഞ് നിന്ന് എൻ്റെ ആ മൈൻഡ് മാറിയെന്ന് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ ആന കൈ കെട്ടിയിട്ടാണ് നടക്കണേ. അപ്പം എനിക്ക് ഒരെണ്ണം കൊടുത്ത് പോയി ആന കൈ കെട്ടിയിട്ട് നടന്നപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി അത് ശരി അങ്ങനെയാണല്ലോ. അപ്പം ഇത്രയും ദിവസം 2-2.5 മാസമായിട്ട് നീ എന്നെ ഇട്ടിട്ട് ഇങ്ങനെ വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കുക അല്ലേ. ഒരു 4 എണ്ണം കൂടി കൊഴുന്നു. അതിൽ ആന നിലം കൈ അടിച്ച് നടന്ന് ആന ശരി ഞാൻ സമ്മതിച്ചു എന്നുള്ളൊരു സാധനമായി ആന. അവിടെ നിന്ന് പിറ്റേ ദിവസം ഒരു പരിപാടി എന്ന് പറഞ്ഞു. പരിപാടിക്ക് പോകാൻ ചേട്ടാന്ന് പറഞ്ഞു. ഇനി വന്നത് എന്നോടത്ത് നോക്കാൻ തന്നെ പരിപാടിക്ക് പോകാന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടിക്ക് ഒരു വീട്ടമ്പലത്തിൻ്റെ പരിപാടി ഇറങ്ങും. ആ പന്നിത്തടത്ത് ഒരു വീട്ടമ്പലം ഇറങ്ങുന്നത്. അവിടെ പോയി പരിപാടിക്ക് പോയി. അവിടെ കൊണ്ടുവന്ന തലയെക്കെട്ടൊക്കെ കെട്ടി ഒരു അമ്പലത്തിൽ ഒരു കുന്നും മണ്ടയിലുള്ള ഒരു അമ്പലമായിരുന്നു. ആ അമ്പലത്തിൽ നിന്ന് തലയെക്കെട്ട് കെട്ടിയിട്ട് ആന നടന്ന് ഞാൻ ആൽസുമ പിടിച്ചിട്ട് തന്നെ കൊമ്പത്തൊന്നും ഞാൻ അതുവരെ തൊട്ടിട്ടില്ല. കഴുകുമ്പോഴല്ലാണ്ട് ഞാൻ അതിന് കൊമ്പത്ത് തൊട്ടിട്ടില്ല. ആൽസുമ പൊട്ടിച്ച് ഞാൻ നടന്ന് പരിപാടി അടയാട്ടം വെച്ചിട്ടതൊക്കെ ആയിട്ട് പരിപാടി എടുത്തു. ആ പരിപാടി ആന ഭംഗിയായിട്ട് യാതൊരു വക പ്രശ്നങ്ങളും ഇല്ലാണ്ട് ആന പരിപാടിക്ക് തന്നു. അതിൻ്റെ പിറ്റേ ദിവസം രാവിലെ ഞാൻ ചെല്ലുമ്പോൾ മറ്റേ അവിടെ കെട്ടിയിട്ടിട്ട് അന്ന് പരിപാടി ഇല്ല. അപ്പോൾ അവിടെ കെട്ടിയിട്ടേക്ക്. അപ്പോൾ രാവിലെ ഒരു 8:30 വരെ ഞാൻ സുഖമായിട്ട് കടന്നുറങ്ങി. എണീറ്റ് ഞാൻ നോക്കിയപ്പോൾ ആന ഇങ്ങനെ മണ്ണൊക്കെ വാരിയിട്ട് ഇങ്ങനെ ടററിൽ നിൽക്കണം. എന്താ ആന നിനക്ക് കുഴപ്പമെന്ന് ചോദിച്ചപ്പോൾ ആനക്ക് ഒരു കുഴപ്പമില്ല എന്നാ. 4 കൈ അടിച്ചു ആന. എനിക്ക് ഒരു കുഴപ്പമില്ല എന്നാ. നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടാന്ന് ചോദിച്ചു. ഒരു കുഴപ്പമില്ല എന്നാ. അപ്പോൾ എനിക്ക് എന്നാ ചെയ്യണം എന്നുള്ളൊരു മൈൻഡ് ആനയുടെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. അവിടുന്ന് ഞാൻ മെല്ലെ വടിയൊന്നും എടുത്തില്ല. മെല്ലെ ഒരു 2 തലപ്പൊക്കെ എടുത്ത് കൈ പിടിച്ച് വടി എടുത്തില്ല. മറ്റേ പൊടി തട്ടണ തലപ്പെടുത്ത് കൈ പിടിച്ചിട്ട് സാധാരണ ഞാൻ വടി എടുത്ത് തന്നിട്ട് ഇരിക്കാൻ പറയണ വഴി എന്നെ ഓടിക്കൽ പതിവുള്ളതാണ്.
ഞാൻ ഇരിക്കാനും പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഞാൻ 2 തലപ്പെടുത്തിട്ട് അവിടെ കൈ പിടിച്ചിട്ട് ഞാൻ ആനയുടെ മേത്ത് 2 തട്ട് തട്ടിയിട്ട് ഇങ്ങനെ നിന്ന് കുറച്ച് നേരം. അപ്പോൾ ആന എന്നെ ഇങ്ങനെ നോക്കി നിൽക്കുക. എന്തൊന്നും പറയാത്ത, പറഞ്ഞിട്ട് വേണമല്ലോ ഇവനെ ഓടിപ്പിക്കാൻ. ഞാൻ മിണ്ടുവോ? എനിക്കറിയാതെ ഇരിക്കാൻ പറഞ്ഞാൽ ഓടിപ്പിക്കുന്നുള്ളത് നമുക്കറിയാലോ. ഇങ്ങനെ ഇലയും കൊണ്ട് തട്ടി തട്ടി ഇങ്ങനെ ആനയുടെ മേത്ത് ഇങ്ങനെ തട്ടി തട്ടി നിന്നപ്പോൾ ആന ഇങ്ങനെ അമരം മടക്കി. അപ്പോൾ എനിക്ക് മനസ്സിലായി ഇരിക്കാൻ നിന്ന്. പിന്നെ ആനയ്ക്ക് കാര്യം മനസ്സിലായില്ല. എന്നാൽ ആനയ്ക്ക് പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചെയ്തുകൂടായെന്ന് ചോദിച്ചപ്പോൾ തന്നെ ആന ഫു ഫു എന്ന് പറഞ്ഞു. ഇങ്ങോട്ട് ഇരിക്കടാ, ഇങ്ങോട്ട് അത് പൊടിയൊന്നും തട്ടണ്ടായി നിൽക്കുന്നു ചോദിച്ചപ്പോൾ തന്നെ ആന ചാടിയിരുന്ന് കിടന്നു. അപ്പം എനിക്ക് പിടി കിട്ടി, ഇതിന് ടെക്നിക്ക് കിടക്കുന്നത് വേറെ സ്ഥലത്താണ്. പിന്നെ നല്ല നല്ല ആനക്കാർ കെട്ടിപ്പഴിക്കുക ആനയാണ്. കോന്നി കൂട്ടിന്ന് പണി പഠിച്ചിറങ്ങിയ ആന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സാധനങ്ങൾ അവിടെ നിന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് വരിക. പിന്നെ നമ്മുടെ നാടൻ ആൾക്ക് ഒരു പ്രത്യേകതയുണ്ട്, സ്വാഭാവികമായിട്ട് അവർക്ക് നല്ല ബുദ്ധിയാണ്. സാധാരണ ആനകൾക്ക് ബുദ്ധി കൂടുതൽ കിട്ടുമ്പോൾ നമുക്ക് എന്താ വിചാരിക്കുക, എല്ലാ കാര്യങ്ങളും ഇതിനെ പഠിപ്പിക്കാമെന്ന്. പക്ഷെ ചിലത് ഈ അമൃതും വിഷമാണെന്ന് പറഞ്ഞ പോലെ കുറേ എണ്ണത്തിന് ബുദ്ധി ഇല്ലാണ്ടിരിക്കുന്ന നല്ലത്. അവിടെ നിന്ന് ആന എനിക്ക് ഏകദേശം കുഴപ്പമില്ലാത്തൊരു കണ്ടീഷൻ, എനിക്ക് ടെക്നിക്ക് പിടി കിട്ടി. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ എനിക്ക് കുഴപ്പമില്ല. അപ്പോഴത്തേക്കും ലുട്ടാപ്പി ചേട്ടൻ പോയി. എൻ്റെ ഒരു ആത്മാർത്ഥ സുഹൃത്തായിരുന്നു ശിവൻ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് കേട്ടോ. ശിവൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് പിടിയിട്ടുണ്ടാവില്ലേ, നമ്മുടെ ഓണക്കൂർ പൊന്നൻ ചേട്ടൻ്റെ മോൻ ശിവൻ. അവന് ഞാനും പണ്ട് ഉളിയനാട് ഗോപാലകൃഷ്ണനാണെങ്കിൽ പൊന്നൻ ചേട്ടൻ്റെ കൂടെ പിന്നാലെ നടക്കുന്ന സമയത്ത് അവൻ ആന ഇടസട്ടം കൈകാര്യം ചെയ്യുമ്പോൾ ഞാനൊക്കെ പട്ട വെട്ടാൻ വേണ്ടിയിട്ട് കൂടെ നടന്നിട്ടുള്ള ആളാണ്. അന്ന് തൊട്ട് തുടങ്ങിയ ഞങ്ങളുടെ കൂട്ടാ. അത് കഴിഞ്ഞ് പുള്ളി കുറേ ആനകളെ കഴിച്ചിട്ട് കയറി, കുഴപ്പമൊന്നുമില്ല, നല്ലൊരു പയ്യനായിരുന്നു. പക്ഷെ അതിൻ്റെ ഇടയിൽ എന്തോട്ടെ, അങ്ങനെ അവനെ ശിവൻ എൻ്റെ അടുത്ത് ഒരു ദിവസം വിളിച്ചിട്ട് പറഞ്ഞു, എടാ പണിയൊന്നും ഇല്ലാണ്ട് ചുമ്മാ വീട്ടിലിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വന്നിക്കട്ടെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, അതിനെന്താടാ, നീ വാടാന്ന് പറഞ്ഞു. നമുക്ക് സന്തോഷമായി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെക്കാളും ഒരു ഇത്തിരിയും കൂടി ഒരു പൊടിക്ക് കഴിവുള്ളവർ നമ്മുടെ കൂടെ ഉള്ളത് നല്ലതല്ലേ. അപ്പം പറഞ്ഞു, എടാ എൻ്റെ കൂടെ ഒരു വിഷ്ണു എന്ന് പറഞ്ഞൊരു പയ്യനും കൂടി എൻ്റെ കുറുക്കുമടിക്കുള്ളതാണ്, അവനും ഉണ്ട്, അവനെ ഞാൻ കൊണ്ടുവരട്ടെ എന്ന് ചോദിച്ചു. കൊണ്ടുവന്നോളാൻ പറഞ്ഞു. അങ്ങനെ പുള്ളിയും വന്നു. പുള്ളിയും വന്ന് ഞങ്ങൾ പിന്നെ അത്യാവശ്യം ആനയുടെ കാര്യങ്ങളൊക്കെ, കഴുക്ക് കാര്യങ്ങളൊക്കെ തുടങ്ങി. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പരിപാടിക്ക് പിന്നെ പരിപാടികൾ അങ്ങനെ മെല്ലെ മെല്ലെ പരിപാടികൾ എടുത്തു തുടങ്ങി. അത് കഴിഞ്ഞ് ഞങ്ങളില്ല ശങ്കരംകുളം ഭാഗത്തൊരു പരിപാടിക്ക് പോയായിരുന്നു. ശങ്കരംകുളത്ത് പരിപാടിക്ക് പോയി. അപ്പോൾ ശിവനൊക്കെ വന്നതിന് ശേഷം അപ്പോൾ ഞാൻ ശിവനെ മോളിൽ കയറ്റും. ശിവനെ മോളിൽ കയറ്റി ഇരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കാലുമ പക്ക ക്ലിയറാനാണ്, കാലുമ അടിപൊളിയാണ്. ശിവൻ മുകളിലുണ്ടെങ്കിൽ പിന്നെ എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം അവനെ കൂടെ നിർത്താനും അവനെ എന്ത് കാര്യത്തിനാണെങ്കിലും അവൻ പക്കയാണ്. നമ്മുടെ മേക്കിട്ട് ഒരു ആനയും വരില്ല, അവൻ അതൊക്കെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്തോളും. ഞാനായിട്ട് ഭയങ്കര ബന്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഒരു പായൽ കിടക്കുമോ, ഒരു പാത്രത്തിൽ തില്ലു, അങ്ങനെ ആയിരുന്നു. ഭയങ്കര സ്നേഹമുള്ളവനായിരുന്നു. അപ്പോൾ രണ്ടെണ്ണമൊക്കെ പുള്ളി മദ്യം കഴിക്കണത് എനിക്ക് ഇഷ്ടം, ഞാൻ മേടിച്ചു കൊടുക്കും. രണ്ടെണ്ണം നീ അടിക്കണം, നീ അടിച്ചാലാണ് നിന്റെ പവറേഷ് വരുള്ളൂ. എന്നിട്ട് ആ തോട്ടി എന്നോട് പറയും, ഞാൻ തോട്ടി മടി ഇങ്ങനെ കൈ പിടിച്ചെന്ന് വിളിച്ച് നിൽക്കുക. അപ്പം എന്നോട് പറഞ്ഞു, ആ തോട്ടി ഞാൻ നേന്ന് തോന്നുന്നു, തോട്ടി ഞാൻ കൈ പിടിച്ചോളാന്ന് പറഞ്ഞു. നീ ആനയെന്ന് വിളിച്ചോണ്ട് വെക്കുക, നിന്നെ ഈ ആന അടിച്ചിട്ട് തട്ടിയിട്ട് കുത്തു എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ നിന്റെ കയ്യിൽ തോട്ടി ഉണ്ടെങ്കിൽ തോട്ടി ആദ്യം തെറിച്ചു പോകും, അത് കഴിഞ്ഞിട്ട് നീ പോവുള്ളൂ. പിന്നെ നിന്റെ കയ്യിൽ തോട്ടി ഇരുന്നിട്ട് നിനക്ക് എന്ത് കഴിയാനാ, നീ ആ തോട്ടിക്ക് നാടാ, നിന്നെ രക്ഷിക്കാനല്ലേ ഞാൻ നിൽക്കണേ. അപ്പം ഞാൻ ആ തോട്ടി അവനിലേക്ക് ഞാൻ കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ അത്യാവശ്യം ആനയുടെ അടുത്തു നിന്നൊക്കെ പെരുമാറാൻ തുടങ്ങി. ആലിസമ്മ തന്നെ പിടിച്ചെന്ന് പെരുമാറും. അപ്പം ഞാൻ ഈ ആലിസമ്മ തന്നെ എന്തായിരുന്നു വിളിക്കുക. അപ്പം ഞാനൊരു സ്ഥലത്ത് ചെന്ന അവൻ ഒരു കാര്യത്തിന് തീറ്റ പിള്ളേരെയും വിളിച്ചിട്ട് പാടാ നമുക്ക് അവിടെ പോയി 2 പനങ്കയോട്ടെ, ചേച്ചി 2 മടൽ വെട്ടുണ്ട് കേട്ടോ, ചേച്ചി 2 അത് വെട്ടണ്ട് ഇത് വെട്ടണ്ടോ എന്നൊക്കെ പറഞ്ഞ് പുള്ളി പോയി വേണ്ട കാര്യങ്ങൾ തീറ്റയൊക്കെ പുള്ളി സെറ്റ് ചെയ്യും. പിന്നെ അവൻ എൻ്റെ കൂടെ തന്നെയായിരുന്നു കുറേ നാൾ. അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു 5-8 10 അപ്പോഴത്തേക്ക് ഏകദേശം സീസണൊക്കെ തീരാറായി. കൂറ്റനാട് നേർച്ച കാര്യങ്ങളൊക്കെ അതല്ല മറ്റേ അതൊക്കെ കുറച്ച് പരിപാടികൾ അങ്ങനെ അങ്ങോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് തൃത്താല പരിപാടിക്ക് തൃത്താല ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു പരിപാടി ഉണ്ടല്ലോ, മറ്റേ പള്ളി നേർച്ച പരിപാടിക്ക് പോയി. ഞാൻ ഇങ്ങനെ ആലിസമ്മ പിടിച്ച് വിളിച്ചിരിക്കുക. അപ്പം എന്നോട് പറഞ്ഞു, പിന്നെ നീ എന്നെ എപ്പോഴും ആലിസ പിടിക്കുന്നത്, നീ ആനയുടെ കൊമ്പേ പിടിരാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കൊമ്പേ പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആന അപ്പം കുത്തും, കൊമ്പയിൽ പിടിക്കാൻ ആന സമ്മതിക്കില്ല. കൊമ്പെ തൊട്ട് കഴിഞ്ഞാൽ ആന ഒന്നാലെ കൈ ഇങ്ങനെ ആന തട്ടിക്കളയും. അത് പിന്നെ എനിക്കും പിടിക്കാനൊരു ഇതാന്ന് പറഞ്ഞു. നീ പിടിയുടെ ആനയുടെ കൊമ്പെ പിടിച്ച് വലിക്കണ്ട, ആനയുടെ കൊമ്പെ കൈ വെച്ച് ഒഴുകി നടക്കണം. നിന്റെ ആന സ്പീഡ് കുറഞ്ഞിട്ടായിരിക്കും ആദ്യം നടക്കുന്നത്, മൈൻഡ് ചെയ്യണ്ട. നീ പിടിച്ചു വലിക്കാൻ നിൽക്കരുത്, ആനയെ കൊമ്പത്ത് ഇങ്ങനെ പിടിച്ച് വലിക്കരുത്, കൊമ്പത്ത് കൈ വെച്ചാൽ മതി എന്ന് പറഞ്ഞു. അതായത് ഇങ്ങനെ കൊമ്പ് പിടിക്കല്ലേ, കൊമ്പ് ഇങ്ങനെ പിടിച്ചു കഴിഞ്ഞാൽ ഒരാന ഇങ്ങനെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ കൊമ്പിൻ്റെ ഇടയിൽ കൈ വെച്ചാൽ ആദ്യം നമ്മൾ അകത്തോട്ട് വലിച്ചിട്ടാണ് പിന്നെ തള്ളുക. അപ്പോൾ ഈ അകത്തോട്ട് വലിക്കുമ്പോൾ തന്നെ നമ്മൾ ഈ കൊമ്പത്ത് മുറുക്കി പിടിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കുമ്പോൾ ആന പെട്ടെന്ന് ബാക്കിലേക്ക് വലിച്ചാൽ നമ്മൾ ആനയുടെ മുമ്പിൽ വീഴുകയും ചെയ്യും, ആനയ്ക്ക് കുത്താനും പറ്റും. അതേസമയം നമ്മൾ ആനയുടെ കൊമ്പത്ത് ഇങ്ങനെയാണ് കൈ പിടിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കൈ ഇങ്ങനെ നിൽക്കുമ്പോൾ ആന തള്ളിക്കളഞ്ഞാൽ നമ്മൾ തെറിച്ച് പോകുള്ളൂ എന്ന് പറഞ്ഞിട്ട് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളതാട്ടാവാൻ. ഞാൻ എത്രയോ ആനകൾ കയറിയതിന് ശേഷമാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കും, ഞാനൊന്നും പഠിച്ചിട്ടില്ലായിരുന്നു.
നമ്മളൊക്കെ എല്ലാം പഠിച്ച് തരുന്നത് അന്ന് അഹങ്കരിച്ചിട്ടുള്ള ഒരാളായിരുന്നു. പക്ഷെ അങ്ങനെയല്ലായിരുന്നു. എനിക്കത് മനസ്സിലായി. പിന്നെ അവിടെ നിങ്ങളുടെ എന്നെങ്കിലും ആട്ടേന്ന് വിചാരിച്ചിട്ട് ഞാനാണ് ആ കൊമ്പത്ത് ഇങ്ങനെ ഒന്ന് പിടിച്ചു. എനിക്ക് ഒരു കുഴപ്പമില്ല. അപ്പം ഞാൻ ഇങ്ങനെ കൊമ്പത്ത് പിടിച്ച് ഇങ്ങനെ നടക്കുമ്പോൾ ആന എൻ്റെ ഒപ്പം നടന്നു വരുന്നുണ്ട്. ഒരു പ്രശ്നമില്ല. അപ്പം സന്തോഷമായി. അപ്പം ഞാൻ ശിവനിങ്ങനെ നോക്കും, കൊമ്പത്ത് പിടിച്ചു. അപ്പം ശിവൻ ഏ ഇപ്പം അതൊക്കെ ഓർക്കുമ്പോൾ ഇല്ലേ, എനിക്ക് ഇതിൻ്റെ കാര്യങ്ങളല്ല ഇല്ലേ, എനിക്ക് എന്താ പറയുക, എൻ്റെ കണ്ണ് മുന്നിൽ നിന്ന് മാഞ്ഞിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത്ര അധികം ഒരു ആനേനെ മനസ്സിലാക്കിയുള്ള ഒരു ആനയത്. അതിൻ്റെ ഓരോ പൊടിപ്പും തൊങ്ങലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ ആനയുടെ കാര്യം ഈ 3 വർഷത്തെ കാര്യങ്ങൾ പറയാൻ നിന്നാൽ ചുരുങ്ങിയത് ഒരു 6 എപ്പിസോഡ് അത് തന്നെ പോകും. അധികം വലിച്ചു നീട്ടല്ല. ഉള്ള കാര്യങ്ങൾ ഇങ്ങനെ പറയുമ്പോൾ അതിനനുസരിച്ച് പറഞ്ഞു തരണമല്ലോ. കൊമ്പത്ത് പിടിച്ചിട്ട് ഇങ്ങനെ പോവാ. നമ്മൾ ഉപേക്ഷിച്ച് പോണം, ഇനിയും ഇതുകൊണ്ട് നടക്കൂല എന്ന് തീരുമാനിച്ചോടത്തുനിന്ന് ആ ആനേനെയും കൊണ്ട് പരിപാടി എടുക്കുമ്പോൾ കിട്ടണ ഒരു എന്താണെന്നറിയോ, കാരണം ഇതിനെ കൊണ്ടൊരു പരിപാടി ദൈവമേ ഇത് മുഴുവിപ്പിക്കുമോ എന്നുള്ള പേടിച്ചിട്ട് നടന്ന സ്ഥലത്തുനിന്ന് ഇതിനെ കൊണ്ട് ഏത് പരിപാടി എടുക്കാവുന്ന ഒരു രീതിയിലേക്ക് ആനയെ നമ്മളായിട്ടൊരു ബന്ധം വന്നു. അപ്പോഴും ഒരു സൈഡ് ഇരിക്കും, ഒരു സൈഡ് കെടുക്കും, മറ്റേ സൈഡ് ആന കെടുക്കില്ല. നിർത്തിയിട്ട് അല്ലെങ്കിൽ കെടുത്തിയിട്ട് അല്ല, മറ്റേ ഈ നായിരിപ്പ് ഇരുത്തിയിട്ട് ബാക്കി കഴുകില്ല ഇറങ്ങട്ടോ. കാരണം ആന ഇരിക്കാത്തതിന് ഒരു സെറ്റപ്പ് ഉണ്ട്, അത് ഞാൻ പറഞ്ഞുതരാം. അങ്ങനെ ആ ഫെസ്റ്റിൻ്റെ അന്ന് ഇങ്ങനെ അവിടെ പോയി അത്ര തിക്കും തിരക്കിൻ്റെ ഇടയിലേക്ക് ഒക്കെ ആനേനെ കൊണ്ട് വലിച്ചു കയറി പോകണം. ഞാൻ ഇങ്ങനെ ആനേനെ പിടിച്ച് പോകും. അവൻ എൻ്റെ പുറകിൽ തോട്ടിയും വടിയും പിടിച്ചിട്ട് അവൻ ബാഗിൽ ഇങ്ങനെ നടക്കും. എനിക്ക് പിന്നെ ബാഗിലേക്ക് തിരിഞ്ഞു നോക്കണ്ട. ഇടയ്ക്ക് ഞാൻ അത് കഴിഞ്ഞൊരു 3-4 ദിവസം കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ പറയാം, ഇടയ്ക്ക് ഞാൻ ഓരോ വീക്ക് കൊടുക്കണം. എനിക്ക് ഒരടിയൊക്കെ കൊടുക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് തല്ലാൻ പറ്റില്ല. ഞാൻ തല്ലി കഴിഞ്ഞാൽ ആനയുടെ സ്വഭാവം മാറും. അത് ശിവൻ അങ്ങനെയാണ്. ഞാനിങ്ങനെ നടന്നു പോവുകയാണെന്നുണ്ടെങ്കിൽ ശിവനെ ഞാൻ വെറുതെ ഇങ്ങനെ തിരിഞ്ഞു നോക്കിയാൽ മതി. അപ്പം ശിവ ഒരെണ്ണ ഇട്ട് കൊടുക്കും. അപ്പം കൊണ്ടുപോയി ഞാനും ഒരെണ്ണം 2-3 ദിവസം കൂടുമ്പോൾ ഓരോന്ന് കൊണ്ടുപോകാൻ എനിക്ക്. അതിലാണെങ്കിൽ നല്ല പേടി ഇറങ്ങും. അങ്ങനെ ആന എനിക്ക് ഏകദേശം ഒരു വലിയ കുഴപ്പമില്ലാത്തൊരു ധാരണയായി. അപ്പോഴത്തേക്കും ഏകദേശം പരിപാടി കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് വടക്കനാഥ ഊട്ടിലേക്ക് വരുന്നു ആ സീസൺ. അങ്ങനെ അവർ കുറച്ച് പരിപാടി എടുത്തിട്ടുള്ളതുകൊണ്ട് ആ കൊല്ലം ഒരു 10-30 പരിപാടികളൊക്കെ എടുത്തു. അത് കഴിഞ്ഞ് നേരെ കൊണ്ടുവന്നു. പിന്നെ ആന എനിക്ക് അത്യാവശ്യം കാര്യങ്ങൾ സീറ്റിംഗ് ആയി. അതിൻ്റെ ഇടയിൽ ലാസ്റ്റ് ഒരു പരിപാടി വാഴക്കുളത്ത് ഒരു പരിപാടിക്ക് പോയി. അപ്പോഴും ഒരു ഏകദേശം ഒരു 2-3 ഒരു 10-40 പരിപാടിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞപ്പോൾ വാഴക്കുളത്ത് എനിക്കൊരു പരിപാടിക്ക് പോകുമ്പോഴാണ് നമ്മുടെ കീഴോട്ട് വിശ്വനാഥൻ ആനയും കൊണ്ട് നമ്മുടെ പണിക്കൻകുടി ബീച്ചേട്ടൻ, നമ്മുടെ പുതുപ്പള്ളി അർജുനാനിക്ക് നിങ്ങളുടെ ബീച്ചേട്ടല്ലേ, പുള്ളിയാണ് അവിടെ ആനയും കൊണ്ട് വരുന്നത്.